ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഒരു പുതുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആകാശിനെയും കൂട്ടിയിട്ട് പ്രീതി അമ്മായിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ആരും കാണൂല കേട്ടോ. അപ്പോൾ ആകാശ് ചോദിക്കുന്നുണ്ട് അവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി എന്ന കാര്യം. അത് പിന്നെ സാർ ഞാൻ മറന്നുപോയതാ, അച്ഛനെ കൊണ്ട് ഇന്ന് ഹോസ്പിറ്റലിൽ പോയി കാണും. അത് സാരല്ല പ്രീതി, അവരെ പിന്നീട് ആവട്ടെ പരിചയപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ് അങ്ങ് പോവാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ശ്രുതിയാണെങ്കിൽ അശ്വൻ വീണത് ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ടേബിളിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. ആ സമയത്താണ് അഞ്ജലിയും മനോരമയ്ക്കും അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ശ്രുതി, എന്തിനാ കുട്ടി നീ എന്നെ ഇങ്ങനെ വിളിച്ചിരുന്നത്? ഞാൻ അമ്പലത്തിനുള്ളിലായതുകൊണ്ടാണ് എടുക്കാഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ശ്രുതി എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല കേട്ടോ. അത് പിന്നെ മാഡം എന്നൊക്കെ ചോദിച്ചിങ്ങനെ ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, അത് കടലമാവ് എവിടെയാണ് വെച്ചതെന്ന് അറിയില്ല എന്നൊക്കെ പറയാട്ടോ. ഇത് കേൾക്കുമ്പോൾ മനോരമയ്ക്ക് അങ്ങോട്ട് ചൂടാവാണേ. മനോരമ പറയുന്നുണ്ട്, എൻ്റെ മൈ ഗോഡ്, ഇതിനു വേണ്ടിയിട്ടാണോ ടെമ്പിളിലിരിക്കുന്ന ഞങ്ങളെ വിളിച്ച് അന്വേഷിക്കുന്നത്? ഇവിടെ സെർവൻ്റ് ഇല്ലേ? അവരോട് ചോദിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ശ്രുതിയോട്. കടലമാവ് കിട്ടിയിട്ട് ഇപ്പോൾ എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ലാവണ്യ മാഡം കുറച്ച് സ്നാക്സ് ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ലാവണ്യ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ അവർ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാ മാഡം എന്ന് പറയണേ. എങ്കിൽ ശ്രുതിയുടെ ജോലി തുടർന്നോളൂ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അഞ്ജലി അങ്ങ് പോവാണ് കേട്ടോ. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ മുത്തശ്ശി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ. ശ്രുതി, നീ അവിടെ നിൽക്ക്, എന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് കള്ളത്തരം പറയരുത് എന്ന കാര്യം. നീ ഇത്രയും പേരെ ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, എന്താന്ന് പറ എന്ന് പറയുമ്പോൾ അത് പിന്നെ മുത്തശ്ശി, അശ്വിൻ സാർ ഇവിടെ ബോധം കെട്ട് വീണു എന്ന് പറയാൻ കേട്ടോ. അയ്യോ, നിനക്ക് എന്നെയെങ്കിലും ഒന്ന് വിളിച്ചുകൂടായിരുന്നോ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ അതിന് മുത്തശ്ശി മരുന്ന് കുടിച്ചിട്ട് ഉറങ്ങായിരുന്നു, എന്തായാലും ദൈവാധീനം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. അവൻ ഇങ്ങനെയാണ്, ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഷുഗർ ലെവൽ താന്ന് അവൻ വീണു പോകും. എന്തുകൊണ്ടും നീ വന്നതിൽ പിന്നെ അവൻ്റെ പരപരുക്കൻ സ്വഭാവം തന്നെ ഒന്ന് മാറിയിട്ടുണ്ട് എന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മുത്തശ്ശി. അങ്ങനെ ശ്രുതി കടലമാവ് കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു സാറിനോട്, എനിക്ക് ക്ഷമ പറയണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അഞ്ജലി അങ്ങോട്ടേക്ക് കയറി വരികയാണ്. അഞ്ജലി പറയുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കിയോളാം ശ്രുതി, നീ അകത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ പറഞ്ഞു അയക്കുകയാണേ. ആ മാവ് കുഴച്ച കൈകൊണ്ട് തന്നെയാണ് നമ്മുടെ ശ്രുതി അശ്വിൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അശ്വിൻ എന്ത് വേണോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ സാറിനോട് ഞാൻ അങ്ങനെ മനഃപൂർവ്വം സംസാരിച്ചതല്ല, എല്ലാം എൻ്റെ തെറ്റാ, സാർ എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം. അങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ട് മുടിയൊന്ന് തട്ടുന്നുണ്ട്. ആ സമയത്ത് മുഖത്ത് നിറച്ചും മാവാണ് കേട്ടോ. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, എടോ തൻ്റെ കവിളിൽ എന്തോ ഒന്ന് പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് എന്നറിയാം എന്ന് പറഞ്ഞിട്ട് മറ്റേ കൈ കൊണ്ടും തട്ടി കൊടുക്കുകയാണേ. അപ്പോൾ രണ്ട് കവിളിലും മാവാവുക. ആ സമയം അശ്വിൻ പറയുന്നുണ്ട്, നീ ഇപ്പം എന്താടോ ചെയ്തത്? നിൻ്റെ മുഖം നിറച്ച് മാവായല്ലോ എന്ന് പറയാൻ കേട്ടോ. അയ്യോ എന്ന് പറഞ്ഞിട്ട് തലയിലും കൈ വെക്കുന്നുണ്ട്. ആ സമയം മൊത്തത്തിൽ മുഖത്ത് നിറച്ചു മാവാണ് കേട്ടോ. ഇത് കാണുന്ന നമ്മുടെ അശ്വിൻ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ചിരി വരികയാണേ. അങ്ങോട്ടേക്ക് അഞ്ജലി വരുമ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട്, എന്താ കുഞ്ഞാ ഞാൻ കാണുന്നത്, നിന്റെ മുഖത്ത് ഇങ്ങനെ ചിരിയൊക്കെ വരുമോ, ഇതിനാ നീ ഇപ്പോൾ ഇങ്ങനെ ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അശ്വിനൊന്നും പറയാനേ കഴിയില്ല കേട്ടോ. ചിരിച്ചിട്ട് ശ്രുതിയുടെ മുഖത്തേക്ക് കൈ ചൂണ്ടി കാണിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അഞ്ജലി ശ്രുതിയുടെ മുഖത്ത് നോക്കുമ്പോൾ രണ്ടുപേരും കൂടി ഭയങ്കരമായിട്ട് ചിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ സാർ, എന്താ മാഡം, എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഞ്ജലി കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അയ്യോ സോറി സാർ, ഞാൻ മുഖമൊക്കെ കഴുകിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടുകയാണ് കേട്ടോ. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, മാവ് മുഖത്തായാലും ശരി, അശ്വിൻ സാറിൻ്റെ ആ ചിരി ഒന്ന് കണ്ടല്ലോ, എന്ത് രസാ ആ ചിരി എന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലാവണ്യയാണ്. ലാവണ്യ വരുമ്പോൾ മുഖമൊക്കെ ചുവന്ന് തുടുത്തിരിക്കുക കേട്ടോ, അലർജി ആയിട്ട്. അപ്പോൾ മനോരമ ചോദിക്കുന്നുണ്ട്, നീ എന്താ ലാവണ്യ ബേബി മുഖമൊക്കെ പൊത്തിയിട്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ആൻറ്റി, അവരേതോ ഒരു ക്രീം എടുത്തിട്ട് എൻ്റെ മുഖത്ത് തേച്ചു, അതുകൊണ്ട് എനിക്ക് അലർജി ആയി എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കാണുമ്പോൾ മനോരമ ഇങ്ങനെ ഞെട്ടാണ്, ഈശ്വര, ഞാൻ ദിവസവും പോകുന്ന സ്പാ ആണല്ലോ, എൻ്റെ മുഖത്ത് ഇങ്ങനെ വരാഞ്ഞത് ഭാഗ്യം. അപ്പോൾ അശ്വിനെ പറഞ്ഞു വിടാൻ ശ്രുതിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അഞ്ജലി മാഡത്തോടൊന്ന് പറഞ്ഞാലോ, അശ്വിൻ സാറിന് സുഖമില്ലാത്ത കാര്യം, അല്ലെങ്കിൽ പിന്നെ സുഖമില്ലാതെ എങ്ങനെയാ ടൂറൊക്കെ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് നിൽക്കുമ്പോൾ അഞ്ജലി വരികയാണ് കേട്ടോ ക്യാരി ബാഗൊക്കെ ആയിട്ട്. ശ്രുതി, നീ ഇതൊക്കെ കൊണ്ടുപോയി കുഞ്ഞിൻ്റെ കാറിൻ്റെ ഡിക്കിയിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് മാഡം എന്ന് വിളിക്കുകയാണ് കേട്ടോ. എന്താ ശ്രുതി, നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ എന്തോ ഓർത്തു, അത് മറന്നുപോയി എന്ന് പറയാൻ കൊണ്ടുപോയി വെക്കുകയാണേ. അപ്പോൾ കാർ ഫുൾ ലോക്ക്ഡൗണ്. അപ്പോൾ ഡിക്കി ഒന്നും തുറക്കാനേ പറ്റുന്നില്ലേ.
ശ്രുതി ഒരു ഹെയർ പിൻ എടുത്തിട്ട് ആ ഡിക്കി തുറക്കുകയാണ് കേട്ടോ. ശ്രുതിയോടാണോ കളി എന്ന് ചോദിച്ചിട്ട്, എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കവറും പേപ്പറൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് അഞ്ജലി കൊടുത്ത ആ ക്യാരി ബാഗും വെള്ളവും ഒക്കെ ഉള്ളിലേക്ക് വെക്കും. ശ്രുതിയുടെ ഷോള് കുടുങ്ങിയിട്ട് ആ ഡിക്കിൻ്റെ ഉള്ളിലേക്ക് വീഴാണ് കേട്ടോ ശ്രുതി. അങ്ങനെ ലോക്കാവുകയാണേ. അപ്പോഴേക്കും ശ്രുതിയുടെ ബോധം പോയിട്ടുണ്ടാവും. അശ്വിനാണെങ്കിൽ ഇറങ്ങാൻ പോകുന്ന സമയത്ത് ലാവണ്യ റെഡി ആയില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലാവണ്യ പറയുന്നുണ്ട്, സോറി ASR, എനിക്ക് ഇന്ന് വരാൻ പറ്റില്ല എന്ന് പറയണേ. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ മനോരമ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്നോട് ഞാൻ ആദ്യം പറഞ്ഞതല്ലേ നീ ഇന്ന് അറ്റൻഡ് ചെയ്യേണ്ട മീറ്റിംഗ് ഉണ്ട് എന്ന കാര്യം എന്ന് പറയണ്ട അശ്വിൻ. സോറി ASR എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, അവൾ വരുന്നില്ലെങ്കിൽ വരണ്ട കുഞ്ഞാ, നീ പോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അശ്വിൻ കാറുമായിട്ട് പോകുന്നതാണ് ലാസ്റ്റ് ഭാഗം. ആ കാറിൽ ശ്രുതി ഉള്ളതൊന്നും അശ്വിന് അറിയുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.